കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് എവരിവൺ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 3.0. ഇഗ്നോന്റെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദ പേപ്പർ MSW 004. സോ ആ ഒരു പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും. സോ ഐ എം മൂവിംഗ് ടു അവർ ഫസ്റ്റ് സ്ലൈഡ്. സോ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ MSW 004 which is social work and social development എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് പ്രെഡിക്റ്റീവ് എക്സാം ഗൈഡ് ആണ് ഇഗ്നോന്റെ ടേംഡ് എക്സാമിനേഷൻ PYQA ഉള്ളത്. ആൻഡ് ഇതിന്റെ ഒരു ഈ ഒരു ഗൈഡിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ MSW എടുത്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും ഡിസംബർ 2024 ടേംഡ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കുട്ടികളെയും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കുറച്ചുകൂടെ അവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആകുക അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് കുറയ്ക്കുക, അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗൈഡാണ് ഇഗ്നോയുടെ ടേംഡ് എക്സാമിനേഷൻ PYQA എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിങ്ങും പ്രിഡിക്റ്റീവ് അനാലിറ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എക്സാം സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക്കിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട്, പ്രോബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതാണ് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് യൂസിങ് എ ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസും കാര്യങ്ങളെല്ലാം അലൈൻ ചെയ്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമ്മൾ റിക്കറിംഗ് ആയിട്ട്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ഏതാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ട്രെൻഡ്സും കാര്യങ്ങളും പോയിട്ടുള്ളത്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് സോ ദിസ് ഗൈഡ് ഈസ് നോട്ട് ഓൺലി ഐഡന്റിഫൈസ് വാട്ട് ടു സ്റ്റഡി ബട്ട് ഓൾസോ എക്സ്പ്ലെയിൻസ് ഹൗ ടു അപ്രോച്ച് ദ എക്സാം. അല്ലെ, നിങ്ങൾ പഠിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് കൂടി ഒരു ഗൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So our focus is to enhance your readiness, confidence and scoring potential for the actual examination. Structure of the document പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഉണ്ട് ആൻഡ് സിലബസ് മാപ്പിംഗ് ഉണ്ട് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. എക്സാമിന്റെ റെലവൻസ് നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഓരോരോ ബ്ലോക്കുകളും യൂണിറ്റുകളും ടോപ്പിക്സുകളും കവർ ചെയ്തുകൊണ്ട് നമ്മൾ സിലബസ് മാപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു അനാലിസിസും കാര്യങ്ങളും കാണും പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് ഉണ്ട് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഓരോരോ ടോപ്പിക്സ് ബ്ലോക്ക് എടുത്താൽ ആ ബ്ലോക്കിന്റെ ഉള്ളിൽ നമുക്കറിയാം പല പല യൂണിറ്റുകൾ ഉണ്ട്. ആ യൂണിറ്റുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, ആ ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അതിന്റെ പ്രയോറിറ്റി, ഇമ്പോർട്ടന്റ് ലെവൽ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കുകളും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ 2 ടേം എക്സാമിനേഷൻ ആണ്. ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ആർ പ്രൊവൈഡിംഗ് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. സോ ഡീറ്റെയിൽ മോഡൽ ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഈസ് പെയർഡ് വിത്ത് ഇവാലുവേഷൻ സ്കീംസ്. അതെന്തിനാന്ന് ചോദിച്ചാൽ വിച്ച് ഹെൽപ്സ് യു ടു അണ്ടർസ്റ്റാൻഡ് എക്സ്പെക്ടഡ് ആൻസേഴ്സ്. അല്ലെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൽ നിന്നും എന്ത് ആൻസർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മോഡൽ ആൻസേഴ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് by using this guide, we encourage you to utilize this guide comprehensively to maximize your preparation. And the blend of past friends, syllabus relevance and predictive insights provides a robust tool to help you excel. So ഈ ഒരു ഗൈഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൽ ഒരു നല്ലൊരു എന്താണ് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
നല്ല രീതിയിൽ എഴുതാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡാണ്. ആൻഡ് വിത്ത് കോൺസിസ്റ്റന്റ് എഫോർട്ട് ആൻഡ് സ്ട്രാറ്റജിക് യൂസ് ഓഫ് ദിസ് ഗൈഡ് സക്സസ് ഇൻ എക്സാം 2024 ടേം എക്സാമിനേഷൻ ഈസ് വിത്തിൻ യുവർ റീച്ച്. സോ ഈ ഒരു ഗൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു റോഡ് മാപ്പിലേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഗ്നോ ഫോക്കസ് 3.0 PYQA അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ബ്ലോക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റിനുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓവർവ്യൂ ഓഫ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. സോ ഈ പറയുന്ന സിലബസിൽ നമുക്കറിയാം 4 മെയിൻ ബ്ലോക്ക് ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ യൂണിറ്റിലും മൾട്ടിപ്പിൾ യൂണിറ്റുകളാണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 1 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച് എടുത്താൽ അതിൽ മൈഗ്രേഷൻ, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ചേഞ്ചിങ് ഓക്കുപേഷൻ സ്ട്രക്ചേഴ്സ് ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ടോപ്പിക്സ് ലൈക്ക് ഗ്ലോബലൈസേഷൻ, റൂറൽ, അർബൻ കോണ്ടിനെന്റ് അങ്ങനത്തെ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പിയർ ചെയ്യുന്നതാണ്. സോ അതിന് ഹൈ റെലവൻസ് കൊടുക്കുക. Then come to block 2, concepts of development. അവിടെ social and human development ഫോക്കസ് ചെയ്യുന്നു, sustainable development ഫോക്കസ് ചെയ്യുന്നുണ്ട്, developmental theories, gender perspectives, population dynamics ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. And sustainable development and social and human development എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന യൂണിറ്റ്സുകളാണ്. അടുത്തത് ബ്ലോക്ക് 3 ആണ് വരുന്നത്. സോ ബ്ലോക്ക് 3 ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് ആണ്. അവിടെ സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വെൽഫെയർ, എക്കണോമിക്സ്, ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടോപ്പിക്സ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഇതൊക്കെ നോട്ടബിൾ ആയിട്ട് എക്സാമിന് റെലവൻറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 4 സോഷ്യൽ ലെജിസ്ലേഷൻ. സോ എക്സാമിൻസ് ഇവിടെ ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൻ, ചിൽഡ്രൻ ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അലോങ് വിത്ത് ലീഗൽ എയ്ഡ് ആൻഡ് അഡ്വക്കസി. ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ആൻഡ് ലീഗൽ എയ്ഡ് ആൻഡ് ദ റോൾ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ടോപ്പിക് ഫ്രീക്വൻസി ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കിയാൽ ഹൈ ഇമ്പോർട്ടൻസ്, അതുപോലെ മീഡിയം ഇമ്പോർട്ടൻസ്, ലോ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക് ഫ്രീക്വൻസി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട്, അപ്പൊ അതിൽ ഹൈ ഇമ്പോർട്ടൻസ് നോക്കിയാൽ 12 ടൈംസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വന്നിട്ടുള്ളതാണ് ഹൈ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഈ പറയുന്ന അനാലിസിസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ആയിരിക്കും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ്, ഹൈ ഇമ്പോർട്ടൻസ് എക്സാമ്പിൾസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ഒക്കെയാണ് വരുന്നത്. സോ ദീസ് topics should form the core of your preparation as they are most likely to appear in exams. Then medium importance എന്ന് പറയുമ്പോൾ 8 to 11 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് പറയാനാണെന്നുണ്ടെങ്കിൽ മൈഗ്രേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. These topics should be thoroughly understood as they appear regularly but with slightly less frequently. Then low importance എന്ന് പറയുമ്പോൾ ഒരു 8 തവണ അതിൽ കുറവ് വന്നിട്ടുള്ളതാണ്. എക്സാമ്പിൾസ് population dynamics, welfare, economics. These topics should not be neglected but can be prioritized lower in your study plan. Okay. Next, now MSW 4 syllabus mapping and exam relevance ആണ്. ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ വരുന്ന യൂണിറ്റ്, അതിൽ ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് എക്സാംസ് എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് ലെവലാണ്. സോ ബ്ലോക്ക് 1 നമുക്ക് എടുത്താല് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച്, അതിൽ മൈഗ്രേഷൻ ആണ് യൂണിറ്റ് വരുന്നത്. ഫ്രീക്വൻസി പാസ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ 8 ആണ്. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. ദെൻ സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച് അഗെയിൻ ആ സെയിം ബ്ലോക്ക് എടുത്താൽ അതിൽ യൂണിറ്റ് റൂറൽ ആൻഡ് അർബൻ കോണ്ടിനെന്റ് ആൻഡ് ഓർഗനൈസേഷൻ. ഫ്രീക്വൻസി പാസ്റ്റ് എക്സാം 12 ടൈംസ് ആണ്. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ്. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ 9 തവണ വന്നിട്ടുണ്ട്, മീഡിയം ആണ് ഇമ്പോർട്ടൻസ് ലെവല്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ ആ ഒരു നമുക്ക് എന്താ പറയാ ഒരു ടോപ്പിക് എടുത്താൽ നമുക്ക് 14 ഫ്രീക്വൻസി ആണ് വന്നിട്ടുള്ളത് ഫാസ്റ്റ് എക്സാമിൽ. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ്. ദെൻ യൂണിറ്റില് ചേഞ്ചിങ് ഓക്കുപേഷണൽ സ്ട്രക്ചറിൽ 6 ടൈംസ് ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് ലോ ആണ്. ആൻഡ് അതിന് താഴെ കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് എടുത്താൽ അതിൽ യൂണിറ്റ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ 10 തവണയാണ് ചോദിച്ചിട്ടുള്ളത് എക്സാമിന് ക്വസ്റ്റ്യൻസ്. ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എടുത്താൽ 13 തവണ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ്. ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് 7 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഇമ്പോർട്ടൻസ് ലെവൽ ലോ ആണ്. ജെൻഡർ പെർസ്പെക്ടീവ്സ് എന്ന് പറയുന്നത് 11 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. അടുത്ത പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എടുത്താൽ അതിന്റെ ഫ്രീക്വൻസി 5 ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ ലോ ആണ്. ദെൻ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്ടീവ് ബ്ലോക്ക് എടുത്താൽ സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 9 തവണയാണ് വന്നിട്ടുള്ളത്. മീഡിയം ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ. സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് 8 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവലാണ് ഇമ്പോർട്ടൻസ് ലെവൽ.
വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ലോ ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവല്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം 7 ആണ് ഫ്രീക്വൻസി, ലോ ആണ് ഇമ്പോർട്ടൻസ് ലെവല്. ദെൻ സോഷ്യൽ ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൺ എന്ന് പറയുന്നത് 12 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഹൈ ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് ലെവല്. ലീഗൽ പ്രൊവിഷൻസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് 10 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം ആണ് വരുന്നത് ഇമ്പോർട്ടൻസ് ലെവല്. ലീഗൽ പ്രൊവിഷൻസ് ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്നത് 9 തവണയാണ് വന്നിട്ടുള്ളത്, അതും മീഡിയം ലെവലാണ് ഇമ്പോർട്ടൻസ്. ലീഗൽ എയ്ഡ് ആൻഡ് റോൾ ഓഫ് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് 8 തവണയാണ്, മീഡിയം ആണ് ഇമ്പോർട്ടൻസ് ലെവൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്ക് ആണ്. ഓരോ ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസി പാസ്റ്റ് എക്സാം കൊടുത്തിട്ടുണ്ട്. സോ കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് എടുത്താൽ അതിൽ 40 മുകളിലാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ഫ്രീക്വൻസി പറയാനാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് 30 ആണ്. സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ അഗെയിൻ എബോവ് 40 ആണ് വരുന്നത്. സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് 30ക്കും 40ക്കും ഇടയിലാണ്. ഓക്കെ, അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്ക് കാണാം, നമുക്ക് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് 20 മാർക്കിന്റെ. അതിൽ ഇൻഡെപ്ത് അനാലിസിസ് ആണ് ആൻസേഴ്സിന് വേണ്ടത്. ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിലോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓർ ഡിസ്കസ് ഡെവലപ്മെന്റ് എൻവിയോൺമെന്റ് ഡിബേറ്റ് എന്നുള്ളതാണ് എക്സാമ്പിൾ വന്നിട്ടുള്ളത്. അടുത്ത ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 10 to 15 മാർക്കാണ്. അതിലെന്ന് പറയുമ്പോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസുകൾ വേണം. അനലിറ്റിക്കൽ ആകാം അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ആകാം. എക്സാമ്പിൾസ് പറയാനാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മൈഗ്രേഷൻ ഓർ വാട്ട് ആർ ദ മെയിൻ പ്രൊവിഷൻസ് ഓഫ് ലീഗൽ എയ്ഡ്. ബ്രീഫ് നോട്ട് എന്ന് പറയുമ്പോൾ 5 to 10 മാർക്കാണ്. അതിൽ യൂഷ്വലി 150 to 200 വേർഡ്സ് ആണ്. കൺസൈസ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കവർ ചെയ്യുക, ഡെഫിനിഷൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഡിഫൈൻ ഗ്ലോബലൈസേഷൻ ഓർ ഇനോമിനേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റീസ്. ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ 5 മാർക്കിന്റെ ആണ്. 100 വേർഡ്സിൽ അത് ആൻസർ ചെയ്താൽ മതി. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. സോ എസ്സേസ് ആൻഡ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പേപ്പർ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൻസേഴ്സ് എഴുതുമ്പോൾ അതിന് ആ ഒരു ക്വസ്റ്റിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, ബ്രീഫ് നോട്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, ക്ലാരിറ്റിയോട് കൂടിയൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. Block and unit coverage trends frequently tested idle blocks ആണ്. Block 1 social dynamics and change, and block 2 concepts of development questions കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അപ്രോക്സിമേറ്റ്ലി 60% ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 1 നിന്ന് ബ്ലോക്ക് 2 നിന്നുമാണ്. ടോപ്പിക്സ് വരുന്നത് മൈഗ്രേഷൻ, അർബനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഫ്രീക്വന്റ്ലി റെഫർ. മോഡറേറ്റ്ലി ടെസ്റ്റ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 3 വരുന്നുണ്ട്, ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, സോഷ്യൽ വർക്ക്സ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ബ്ലോക്ക് 3 വരുന്നുണ്ട്. ദെൻ ടോപ്പിക്സ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ വർക്ക് ലിങ്കേജസ് ആണ്. അതിൽ നിന്ന് ചോദിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലെസ് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ബ്ലോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലോക്ക് 4 social legislations often appears in the form of short notes or specific provisions. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ dowry laws, rights of children. ലെസ് ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ബ്ലോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്തത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് ആണ്. സോ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും
എസ് എ ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ബ്രീഫ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു പാസ് എക്സാം വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പ് അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് മാർക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഫ്രീക്വൻസീസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 20 മാർക്സ് ആണ് അവിടെ വരുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 2 എണ്ണം മാൻഡറ്ററി ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 10 to 15 മാർക്സ് ആണ്. 2 to 4 ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബ്രീഫ് നോട്ട്സ് എന്ന് പറയുമ്പോൾ 5 to 10 ആണ് മാർക്സ് അലോക്കേറ്റഡ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 4 to 6 ആണ്. ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട്. മാർക്സ് അലോക്കേറ്റഡ് 5 ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 to 8 ആണ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ഹൈ വെയിറ്റേജ് ഉള്ള ബ്ലോക്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഡൈനാമിക്സ്, കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെയിറ്റേജ് പറയാനാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ്, ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്. ലെസർ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ലെജിസ്ലേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഒഴിച്ചിട്ട് ആണ് സോഷ്യൽ ലെജിസ്ലേഷൻ നമ്മൾ പറയുന്നത്. അടുത്ത റെക്കമെൻഡേഷൻസ് ആണ്. ഹൈ വെയിറ്റേജ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ, അർബനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുക. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ വർക്കിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എന്ത് റിവൈസ് ചെയ്യുക. ആൻഡ് പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിസൈസ് ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടും സ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ആൻഡ് ഇപ്പൊ പുതുതായിട്ട് വരുന്ന കുറെ ട്രെൻഡ്സ് ആണ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ അറ്റൻഷൻസും കാര്യങ്ങളും കൊടുത്ത് പഠിക്കുക. ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ഓരോ ബ്ലോക്കിലെയും ഏതൊക്കെ യൂണിറ്റുകളാണ്, ടോപ്പിക്കുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, recurring questions by blocks, units and topics. Block social dynamics and change, unit migration. അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ദി ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് മൈഗ്രേഷൻ ആണ്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ മാർക്ക് 10 to 15 ആണ്. അടുത്തത് അർബനൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ എക്സ്പ്ലെയിൻ റൂറൽ ആൻഡ് അർബൻ ഡിക്കോട്ടമി ആണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിൽ ഫ്രീക്വൻസി 3 ആണ്. ടിപ്പിക്കൽ മാർക്ക് 15 ആണ്. ദെൻ ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്നും എക്സാമിൻ ദി ഇമ്പാക്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. ടിപ്പിക്കൽ മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. ദെൻ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ എടുത്താൽ ഡിഫൈൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഡയമെൻഷൻസ് ആണ്. ഫ്രീക്വൻസി 5 ആണ്. ടിപ്പിക്കൽ മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. ദെൻ കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് എടുത്താൽ അവിടെ വന്നിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്. അതിൽ നിന്നും ക്രിട്ടിക്കലി എക്സാമിന്റെ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ് ഡിബേറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. 20 ആണ് മാർക്ക് എക്സ്പെക്റ്റഡ് വന്നിട്ടുള്ളത്. Then human development എടുത്താൽ വാട്ട് ഈസ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഡിസ്കസ് ഇറ്റ്സ് കോമ്പണൻസ് ആണ്. 3 തവണ വന്നിട്ടുണ്ട്. 10 to 15 ആണ് അലോക്കേറ്റഡ് മാർക്ക്. അടുത്ത ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് എടുത്താൽ സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇനോമിനേറ്റ് ദ ഇമ്പോർട്ടന്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. 4 മാർക്കിനാണ്. 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 15 മാർക്കിനാണ്. ദെൻ സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്കസ് ദ ലിങ്കേജ് ബിറ്റ്വീൻ സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. 3 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. 10 to 15 ആണ് മാർക്ക് വരുന്നത്. ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ്, സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇനൂമറേറ്റ് ദ ഇമ്പോർട്ടന്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. 4 തവണ വന്നിട്ടുണ്ട്. 15 ആണ് മാർക്ക്. സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എടുത്താൽ ഡിസ്കസ് ലിങ്കേജ് ബിറ്റ്വീൻ സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. 3 തവണയാണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. 10 to 15 ആണ് മാർക്ക്. ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൺ എന്ന് പറയുന്ന എടുത്താൽ അത് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലാണ്. അവിടെ നിന്നും ഗീവ് എ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. 10 to 15 ആണ് മാർക്ക് വരുന്നത്. ലീഗൽ എയ്ഡ് എടുത്താൽ what is effectiveness of aid services in India, legal aid services in India, how can professional social workers contribute to making these services more effective എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് 4 തവണ. 15 ആണ് മാർക്ക് വരുന്നത്. അടുത്ത ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വന്റ് ടോപ്പിക്സ് എടുത്താൽ ഗ്ലോബലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പല പല എക്സാമുകളിൽ നല്ല രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഹൈ റെലവെന്റ് ആണ്. Questions on migration and directive principles appear consistently, often in essay or short answer format. അടുത്തത് മാർക്ക് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ essay questions ബ്രോഡ് തീംസിലാണ് എഴുതേണ്ടത്. എക്സാമ്പിൾ ലൈക്ക് ഗ്ലോബലൈസേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇതൊക്കെ 20 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. സ്പെസിഫിക് ലെജിസ്ലേറ്റീവ് പ്രൊവിഷൻസ് ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസ് ലോ അല്ലെങ്കിൽ ലീഗൽ എയ്ഡ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ 10 to 15 മാർക്കിനായിരിക്കും വരുന്നത്. അടുത്ത ഷിഫ്റ്റഡ് ഫോക്കസ് ആണ്. ഈ ഒരു റീസെന്റ് എക്സാംസിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഹ്യൂമൻ റൈറ്റ്സ് ലിങ്കേജസിനും എന്താണ് കുറച്ചുകൂടെ ഒരു എംഫസൈസ് കൊടുത്തിട്ടുണ്ട്. സോ അതിനെ പ്രയോറിറ്റി ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. റെക്കമെൻഡേഷൻസ് ഫോർ ഹൈ ഫ്രീക്വൻസി ഏരിയാസ്, പ്രയോറിറ്റൈസ് ഹൈ റിക്കറൻസ് ടോപ്പിക്സ്,
focus on comprehensive understanding and critical analysis of globalization, industrialization and sustainable development. വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ലെജിസ്ലേറ്റീവ് പ്രൊവിഷൻസ് ആയാൽ ലൈക്ക് പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാലും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളും എഴുതാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് തിയറി ഇൻ പ്രാക്ടീസ് ആണ്. നമ്മൾ എപ്പോഴും ഒരു തിയറി പഠിക്കുമ്പോൾ അതിനെ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണമല്ലേ. സോ when you're writing answers in your exam sheet, നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് എന്താ പറയാ നിങ്ങൾ ഈ പറയുന്ന റിയൽ വേൾഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് you should write some answers. Okay, അങ്ങനെ പ്രാക്ടിക്കലി കൂടെ നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കാം. ആൻഡ് യൂസ് പാറ്റേൺസ് ഫോർ സ്ട്രാറ്റജിക് റിവിഷൻ, അലോക്കേറ്റ് സ്റ്റഡി ടൈം പ്രൊപ്പോർഷണലി. നല്ല രീതിയിൽ എല്ലാത്തിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതുപോലെ സ്റ്റഡി ടൈം അലോക്കേറ്റ് ചെയ്യാം. ഹൈ ഫ്രീക്വൻസി ടൈമിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് പഠിക്കുക. പക്ഷെ എന്നാലും ലെസ് കോമൺ ഏരിയാസിലെല്ലാം ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന പോലെ ഒരു നോളജും കാര്യങ്ങളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. So this section provides a data-driven analysis of topic probabilities for the upcoming IGNOU term examination in MSW4, social work and social development. ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഓരോ റേറ്റിംഗ് അനുസരിച്ച് പ്രോബിലിറ്റി നമ്മൾ റേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാംസും കാര്യങ്ങളും റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സും കാര്യങ്ങളും വെച്ചിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ടോപ്പിക്കിന്റെ പ്രോബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രോബിലിറ്റി റേറ്റിംഗ്സ് ഫോർ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് ചേഞ്ച് എന്ന് പറയുന്ന ബ്ലോക്ക് എടുത്താൽ അതിലെ യൂണിറ്റ് മൈഗ്രേഷൻ, ടോപ്പിക്സ് വരുന്നത് സ്ട്രീംസ്, ഡിറ്റർമിനൻസ്, കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ ആണ്. പ്രോബിലിറ്റി റേറ്റിംഗ് ഹൈ ആണ്. ജസ്റ്റിഫിക്കേഷൻ frequently tested in various formats, short notes, essays in recent years. Urbanization, rural-urban dichotomy, urbanization process, probability rating high. Justification, core topic with consistent exam presence. Unit, industrialization, topic, impact of industrial revolution, social change, probability rating high. Justification, frequently tested as essay questions. അടുത്തത് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിൽ ഡയമെൻഷൻസ്, ഇൻഇക്വാലിറ്റി, ഇമ്പാക്ട് ഓൺ ഇൻഡിറ്റി ആണ്. ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ്. സോറി, പ്രോബിലിറ്റി ലെവൽ ഹൈ ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ തീം ഇൻ സോഷ്യൽ ഡെവലപ്മെന്റ്, ഡിസ്കഷൻസ് ആൻഡ് എക്സാംസ് ആണ്. അടുത്ത കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ബ്ലോക്ക് എടുത്താൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ എൻവിയോൺമെന്റ് ഡെവലപ്മെന്റ്, ഡിബേറ്റ്, ഗ്ലോബലൈസേഷൻ വളരെ ഹൈ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇൻക്രീസിംഗ്ലി റെലവന്റ് ഡ്യൂ ടു കോൺടെമ്പററി സോഷ്യൽ വർക്ക് ചാലഞ്ചസ് ആണ് ജസ്റ്റിഫിക്കേഷൻ. അടുത്ത ഹ്യൂമൻ ഡെവലപ്മെന്റ് എടുത്താൽ ഇൻഡിക്കേറ്റേഴ്സ്, ക്രിറ്റിക്സ് ആൻഡ് ടോപ്പിക്സ് വരുന്നത് മീഡിയം ലെവലാണ്. പ്രോബിലിറ്റി ഒക്കേഷണലി അപ്പിയേഴ്സ്, ഫോക്കസ് ഷിഫ്റ്റ് ഒബ്സർവ്ഡ് ഇൻ റീസെന്റ് ഇയേഴ്സ്. ഡെവലപ്മെന്റ് ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് എടുത്താൽ സോഷ്യൽ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ടോപ്പിക്സ് വരുന്നത്. ഹൈ ആണ് അതിന്റെ പ്രോബിലിറ്റി ലെവൽ. ജസ്റ്റിഫിക്കേഷൻ റെക്കറന്റ് ഡ്യൂ ടു ഇറ്റ്സ് ഫൗണ്ടേഷണൽ റോൾ ഇൻ സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എടുത്താൽ അതിലെ ടോപ്പിക് സോഷ്യൽ വർക്ക് ലിങ്കേജസ് ആണ്. പ്രോബിലിറ്റി ലെവൽ മീഡിയം ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അപ്പിയേഴ്സ് റെഗുലർലി ബട്ട് ലെസ് എംഫസൈസ്ഡ് കമ്പയർഡ് ടു ലീഗൽ പ്രൊവിഷൻസ്. സോഷ്യൽ ലെജിസ്ലേഷൻസ് എടുത്താൽ ലീഗൽ പ്രൊവിഷൻസ് ഫോർ വുമൺ എന്ന് പറയുന്ന യൂണിറ്റില് ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി, വർക്ക് പ്ലേസ് റൈറ്റ്സ് ഒക്കെയാണ് ടോപ്പിക് വരുന്നത്. അതിന്റെ പ്രോബിലിറ്റി വെരി ഹൈ ആണ്. അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് കോൺസിസ്റ്റന്റ് അപ്പിയറൻസ് ഇൻ ഷോർട്ട് നോട്ട്സ് ആൻഡ് എസ്സേസ് ആണ്. പിന്നെ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ എഫക്റ്റീവ്നെസ്, സോഷ്യൽ വർക്കേഴ്സ് റോൾ ആണ് ടോപ്പിക് വരുന്നത്. അത് മീഡിയം ആണ് പ്രോബിലിറ്റി ലെവൽ. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അപ്പിയേഴ്സ് മോഡറേറ്റ്ലി റീസൺ എക്സാംസ് ബട്ട് വിത്ത് ഇൻക്രീസിംഗ് എംഫസൈസ് ആണ്. ഇനി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയാൽ ഹൈ പ്രോബിലിറ്റി ഗ്രീൻ കളർ ആണ്. ഫോർ ആൻഡ് ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ടോപ്പിക്സ് ആയിരിക്കും. മീഡിയം പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ യെല്ലോ കളർ ആണ്. മോഡറേറ്റ്ലി ടെസ്റ്റഡ് ആയിരിക്കും. ആൻഡ് ലോ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ റെയർലി ടെസ്റ്റഡ് ആണ് ബട്ട് സ്റ്റിൽ റെലവെന്റ് ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻസ് ഫോർ പ്രെഡിക്ഷൻസ്, ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ്. എന്താണ് ഈ പറയുന്ന പ്രഡിക്ഷന്റെ ജസ്റ്റിഫിക്കേഷൻസും കാര്യങ്ങളും അതാണ് നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ടോപ്പിക്സ് such as globalization, sustainable development and industrialization consistently appear due to their foundational relevance in social work education. Social work educationന്റെ foundational relevance കാരണം ഈ പറഞ്ഞ ടോപ്പിക്കുകൾ കൺസിസ്റ്റന്റ്ലി അപ്പിയർ ചെയ്യാറുണ്ട്. And also an increased emphasis on human rights and sustainable development reflect evolving social work paradigms. Emerging topics like legal provisions for women and legal aid have seen growing importance, likely influenced by societal and legal advancement. Study priority list high priority topics are globalization, sustainable development, migration, industrialization. Okay, medium priority എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂമൻ ഡെവലപ്മെന്റും സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സും ലീഗൽ എയ്ഡും ഒക്കെയാണ് വരുന്നത്. ലോ പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പോപ്പുലേഷൻ ഡൈനാമിക്സ് അല്ലെങ്കിൽ ക്രിറ്റിക്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ,
ഇനി ഇതൊക്കെ പഠിക്കാനുള്ള സ്റ്റഡി ടിപ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യുക, കോമൺലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതുമനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തിയറിനെ പ്രാക്ടിക്കൽ ആയിട്ട് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ലീഗൽ പ്രൊവിഷൻസും ഡയറക്റ്റ് പ്രിൻസിപ്പൾസും ഒക്കെ പഠിക്കുമ്പോൾ റിയൽ വേൾഡ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക. അതുപോലെ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്തിട്ട് ലൈക്ക് മൈൻഡ് മാപ്സോ ഫ്ലാഷ് കാർഡ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മെമ്മറിനെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, സ്ട്രോങ് ആക്കുക. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് MSW004ന്റെ 3 മണിക്കൂറാണ്, 100 മാർക്കിനുള്ള എക്സാംസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇതിന്റെ ഒരു PDFs കാര്യങ്ങളും നമുക്ക് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ അവിടെയും കൂടെ ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഹോൾ PDF അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ 1 20 മാർക്കിനുള്ളതാണ്. 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ A എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ക്രിട്ടിക്കലി എക്സാമിൻ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇനീക്വാലിറ്റി ആണ്. B എന്ന് പറയുമ്പോൾ ഡിസ്കസ് ദ റൂറൽ അർബൻ കോണ്ടിനം ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ക്വസ്റ്റ്യൻ 2 20 മാർക്കിന്റെ തന്നെയാണ്. ഓപ്ഷൻ എ എക്സാമിൻ ദ എൻവയോൺമെന്റൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് ക്രിട്ടിക്സ്, ഓർ ഓപ്ഷൻ ബി ഡിസ്ക്രൈബ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷ്രൈൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദർ ഇമ്പോർട്ടൻസ് ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ക്വസ്റ്റ്യൻ 3 10 മാർക്കിന്റെ ആണ്. ആൻസർ any 2 of the following questions in about 300 words each. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതേണ്ടത് 10 മാർക്ക് വെച്ചിട്ട്. ഓപ്ഷൻ എ ഡിസ്കസ് the causes and consequences of migration with examples from India. Option B explain the theoretical perspectives on women and development. Option C highlight the impact of the new economic policy on women in India. Option D evaluate the relevance of the demographic transition theory in population studies. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം അറ്റൻഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 മാർക്കിന് വെച്ചിട്ടാണ്. ഏതെങ്കിലും 4 എണ്ണം എഴുതുക. 150 വേർഡ്സിലാണ് അത് എഴുതേണ്ടത്. ഓപ്ഷൻ എ ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റീസ്. ഓപ്ഷൻ ബി ഡിസ്കസ് പൊളിറ്റിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓപ്ഷൻ സി എക്സ്പ്ലെയിൻ ദ ലിങ്കേജ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. ഓപ്ഷൻ ഡി വാട്ട് ഈസ് ദ റോൾ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ എൻഷുറിംഗ് ലീഗൽ എയ്ഡ് ടു ദ ഡിസഡ്വാന്റേജ്ഡ്. ഓപ്ഷൻ ഇ outline the rights of children as provided under the Indian Constitution. Option F describe the historical context of industrialization in India. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക. അടുത്തത് ക്വസ്റ്റ്യൻ 5 ആണ്, 5 മാർക്കാണ് വരുന്നത്. ഷോർട്ട് നോട്ട്സ് ആണ്, ഏതെങ്കിലും 5 എണ്ണം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓപ്ഷൻ എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL. ഓപ്ഷൻ ബി സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഓപ്ഷൻ സി ലോ ഓൺ ഡൗറി. ഓപ്ഷൻ ഡി ക്രിട്ടിക്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. Option E the role of social workers in legal advocacy. Option F sustainable development goals. Option G features of post-industrial society. Option H gender and patriarchy. So ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ റാഷണാലെ നോക്കാം. ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇതൊക്കെ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അതിന് എംഫസൈസ് കൊടുത്തിട്ടുണ്ട്. മൈഗ്രേഷൻ, വുമൺ ആൻഡ് ഡെവലപ്മെന്റ്, ലീഗൽ പ്രൊവിഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ പ്രോബിലിറ്റി ഏരിയാസ് ആണ്. ക്വസ്റ്റ്യൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും essay ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ കൂടി ആലോചിച്ചിട്ട് എഴുതേണ്ടതാണ്. ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഷോർട്ട് ആക്കി കൺസൈസ് ആക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു കവറേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബാലൻസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് എല്ലാ ബ്ലോക്കുകളും യൂണിറ്റുകളിൽ നിന്നുമുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഇതിന്റെ കവറേജ് ആയിട്ട് വരുന്നത്. ആൻഡ് വിത്ത് വെയിറ്റേജ് അലൈൻ ടു ഹിസ്റ്റോറിക്കൽ പാറ്റേൺസ് ആൻഡ് സിലബസ് ഇമ്പോർട്ടൻസ്. സിലബസ് ഇമ്പോർട്ടൻസും അതുപോലെ നേരത്തെ ട്രെൻഡ്സും കാര്യങ്ങളും എക്സാം പാറ്റേൺസ് അനുസരിച്ചിട്ട് നമ്മൾ വെയിറ്റേജ് അലൈൻ ചെയ്തിട്ടുണ്ട്. So by practicing this predictive question paper, students can align their preparation to the expected exam structure and focus effectively on high impacted areas. So ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതാൻ വേണ്ടി നോക്കാം. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളത് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എഗെയിൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഒരു തരത്തിലും എന്താ പറയാ കാര്യങ്ങൾ പഠിക്കാത്ത ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഒരു പേപ്പറിനെ കുറിച്ച് ഐഡിയ ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആപ്പിൽ നമുക്കറിയാം. റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്. ലൈവ് സെഷൻസ് ആണെങ്കിലും റെക്കോർഡിംഗ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓൾസോ ഈ PDF ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.